ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഐലറ്റ് ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റെൻസിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ ക്യാപ്പ്, കോയിൻസൊക്കെ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ത്രെഡ് എടുത്തിരിക്കുന്നത് 2 ലെയറിലാണ്. ഫ്രെയിമിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ റൗണ്ട് ഷേപ്പിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ട് ഷേപ്പിനെ 4ആയിട്ട് നമുക്ക് ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഐലറ്റ് ഹോൾ സ്റ്റിച്ചും ചെയ്യേണ്ടത്. ഇതുപോലെ സർക്കിളിൻ്റെ ഔട്ടർ ലൈനിൽ കുത്തുക, അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് ഇറക്കി കൊടുക്കുക. അങ്ങനെ നമുക്കിത് 4ആയിട്ട് പാർട്ടീഷൻ ചെയ്തെടുക്കാം. ഇതുപോലെ 4ആയിട്ട് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ത്രെഡ് കൂടുതൽ എടുക്കാൻ പാടില്ല, 2 ലെയർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ഫിനിഷിങ് കിട്ടത്തില്ല. നീഡിൽ ഇതുപോലെ കുത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടും ഗ്യാപ്പില്ലാതെ കുത്താൻ ശ്രദ്ധിക്കണം. 2 സൈഡിലായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ സർക്കിളിൻ്റെ 4 പാർട്ടിൽ 4 ഡിഫറെൻറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സെയിം തന്നെ യൂസ് ചെയ്യാവുന്നതുമാണ്. ഞാനിവിടെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സെയിം കളർ ത്രെഡ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. അത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ 2 കളർ യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പോൾ റെഡും യെല്ലോ ആണെങ്കിൽ യെല്ലോൻ്റെ ഒരു ലെയറും അതുപോലെ തന്നെ റെഡിൻ്റെ ഒരു ലെയറും എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. രണ്ട് ഭാഗം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 2 ഭാഗം മറ്റൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് ഒരു ബീഡ് കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ ബാക്കി വന്ന സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ബീഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്